എന്തായാലും വടകര MDMA കേസിൽ കൂടുതൽ അധ്യാപകരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. കോഴിക്കോട് മാത്രം 3 അധ്യാപികമാർ പിടിയിലായതോടെയാണ് സംസ്ഥാന വ്യാപകമായ അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുക്കുന്നത്. സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് ലഹരി മാഫിയകൾ പ്രവർത്തനം വ്യാപിപ്പിച്ചെന്ന ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സമഗ്ര അന്വേഷണം നടത്താനും പോലീസ് നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ശ്യാമപ്രസാദാണ് വിവരങ്ങൾ നൽകുവാനായി ചേരുന്നത്. ശ്യാമപ്രസാദ്, എന്തായാലും കൃത്യമായ ഒരു നീക്കം തന്നെയാണ്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, കുട്ടികളെ കേന്ദ്രീകരിച്ചൊക്കെ ആയിരുന്നു അന്വേഷണം. ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് അധ്യാപകരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം. വിവരങ്ങൾ. നിലവിൽ സംസ്ഥാനത്ത് വടകര MDMA കേസിന് പിന്നാലെ തന്നെ വ്യാപകമായ സംസ്ഥാനത്ത് സ്കൂളുകളിലും അധ്യാപകർക്കിടയിലുമെല്ലാം തന്നെ ലഹരി ഇത്തരത്തിലുള്ള പരിശോധന വ്യാപകമാക്കുന്ന പശ്ചാത്തലത്തിലേക്കാണ് ആഭ്യന്തര വകുപ്പ് നീങ്ങിയിരിക്കുന്നത്. വടകര BRCയിലെ 3 അധ്യാപകരാണ് ഇതിനോടകം തന്നെ പിടിയിലായത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിൽ സ്കൂളുകളിലെ അധ്യാപകർക്കിടയിൽ കൂടി പരിശോധന ശക്തമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെ ആഭ്യന്തര വകുപ്പിൻ്റെ തീരുമാനമുള്ളത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് വടകര MDMA കേസുമായി ബന്ധപ്പെട്ടുള്ള ഈ 3 അധ്യാപകരുടെ പങ്ക് അത് സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സംശയത്തിൽ തന്നെയാണ് ആഭ്യന്തര വകുപ്പും പോലീസും മുന്നോട്ട് പോകുന്നത്. അതിനാൽ തന്നെ ഈ 3 പേരിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ പേരിലേക്ക് നീങ്ങാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം തന്നെ നടക്കുന്നത്. ഒപ്പം തന്നെ ഈ ഇവരുടെ വലയിൽ കുട്ടികൾ കൂടി അകപ്പെട്ടിട്ടുണ്ടോ എന്നുകൂടി സംശയിക്കുന്നുണ്ട് പോലീസ്. അതിനാൽ തന്നെ കൂടുതൽ പരിശോധനകളെല്ലാം തന്നെ വേണം. ഒപ്പം തന്നെ കുട്ടികൾക്ക് കൗൺസിലിംഗ് അടക്കം നൽകി തന്നെ വേണം ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനെന്നാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ സംസ്ഥാനത്തെ അധ്യാപകർക്കിടയിൽ പോലും ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായുള്ള ഈ 3 അധ്യാപകർ പിടിയിലായതോടുകൂടി തന്നെ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ കൂടി കടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടി വരും. എന്തായാലും കർശനമായ പരിശോധനകളാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ചും അധ്യാപകർക്കിടയിൽ നടത്തുന്നത്. ഒപ്പം തന്നെ ഈ 3 അധ്യാപകരിലേക്ക് കാപ്പ ചുമത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കും ആഭ്യന്തര വകുപ്പ് ഉടൻ തീരുമാനമെടുക്കും. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇക്കാര്യം മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും സംസ്ഥാനത്ത് അധ്യാപകർക്കിടയിൽ പോലും കർശന പരിശോധന തുടരാൻ തന്നെയാണ്, ഈ ലഹരിമരുന്നുമായി ബന്ധപ്പെട്ട് കർശന പരിശോധന തുടരാൻ തന്നെയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ തീരുമാനം. ശരി, ശ്യാം, വിവരങ്ങൾ വ്യക്തമാണ്.